ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഒരു സ്ഥാപനമാണ് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി. സോ ഇതിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ എന്നത് ബാംഗ്ലൂരിലേക്കാണ് വന്നിരിക്കുന്നത്. സോ എൻഗേജ്മെൻറ്റ് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ഓൺ ടെൻഡർ ബേസിസിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർത്തിരിക്കാം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 13 ഓഗസ്റ്റ് 2026. സോ ഇൻ്റർവ്യൂ റിട്ടേൺ ടെസ്റ്റ് ത്രൂ ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നതെന്ന് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഡിസിപ്ലിൻ വരുന്നത്. സോ നിലവിൽ 15 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ക്ലാസ് എല്ലാത്തിനും ഉണ്ടായിരിക്കണം. അതായത് ബി ഓർ ബി ടെക് വിത്ത് വാലിഡ് ഗേറ്റ് സ്കോർ, അല്ലെങ്കിൽ എം ഇ ഓർ എം ടെക് ഫ്രം IIT അല്ലെങ്കിൽ NIT, അല്ലെങ്കിൽ BSc പ്ലസ് MSc വിത്ത് വാലിഡ് ഗേറ്റ് അല്ലെങ്കിൽ നെറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഇൻ്റർവ്യൂ മാത്രമേ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നതിൽ തിരിക്കാം. ഒരു മാനദണ്ഡം. സോ നെക്സ്റ്റ് വന്നിരിക്കുന്ന മറ്റൊരു ക്വാളിഫിക്കേഷൻ അതിൻ്റെ തന്നെ നോക്കാം. ബി ഓർ ബി ടെക് വിത്ത് ME ഓർ എം ടെക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ദെൻ ബി ഓർ ബി ടെക് വിത്ത് 2 വർഷത്തെ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി BSc പ്ലസ് MSc വിത്ത് 2 years റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി ബി ഓർ ബി ടെക് മാത്രമുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് വരുന്നത് നിങ്ങൾക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സോ മേളിൽ പറഞ്ഞിരിക്കുന്ന 3 ക്വാളിഫിക്കേഷൻസ് മേളിൽ പറഞ്ഞിരിക്കുന്ന 3 ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യുന്നവർക്ക്, അതായത് ഗേറ്റ് സ്കോറും അല്ലെങ്കിൽ നെറ്റ് സ്കോറും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പറയുന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ദെൻ സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതെങ്കിലുമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റും കണ്ടക്ട് ചെയ്യും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവും കണ്ടക്ട് ചെയ്യുമെന്ന് ഓർത്തിരിക്കാം. സോ സെക്കൻഡ് വന്നിരിക്കുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. സോ അവിടെ വരുന്ന സ്ട്രീം നോക്കാം. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ 20 വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇവിടെയും ക്വാളിഫിക്കേഷൻ ബി ഓർ ബി ടെക് വിത്ത് വാലിഡ് ഗേറ്റ് സ്കോർ, അല്ലെങ്കിൽ ME ഓർ എം ടെക് വിത്ത് IIT ഓർ NIT, അല്ലെങ്കിൽ BSc പ്ലസ് MSc വിത്ത് വാലിഡ് ഗേറ്റ് അല്ലെങ്കിൽ നെറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇൻ്റർവ്യൂ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ദെൻ സെക്കൻഡ് വന്നിരിക്കുന്ന നോക്കാം. ബി ഓർ ബി ടെക് വിത്ത് ME ഓർ എം ടെക്, അല്ലെങ്കിൽ ബി ഓർ ബി ടെക് വിത്ത് 2 years റെലവൻറ്റ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ BSc പ്ലസ് MSc വിത്ത് 2 years റെലവൻറ്റ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ബി ഓർ ബി ടെക് പഠിച്ചവർക്ക് നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റും ഫോളോഡ് ബൈ ഇൻ്റർവ്യൂവും കണ്ടക്ട് ചെയ്യും. നെക്സ്റ്റ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എയറോസ്പേസ് 10 വേക്കൻസി. ബി ഓർ ബി ടെക് വിത്ത് വാലിഡ് ഗേറ്റ് സ്കോർ, അല്ലെങ്കിൽ ME ഓർ എം ടെക് വിത്ത് IIT ഓർ NIT ആണെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ കണ്ടക്ട് ചെയ്തുള്ളൂ. ദെൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ബി ഓർ ബി ടെക് വിത്ത് ME ഓർ എം ടെക്, അല്ലെങ്കിൽ ബി ഓർ ബി ടെക് വിത്ത് 2 years റെലവൻറ്റ് എക്സ്പീരിയൻസ്, ദെൻ ബി ഓർ ബി ടെക് മാത്രമുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റ് ത്രൂ ഇൻ്റർവ്യൂ ആയിരിക്കും. ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സ്ട്രീംസ് നോക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ്. അങ്ങനെ 20 വേക്കൻസി. ബി ഓർ ബി ടെക് വിത്ത് വാലിഡ് ഗേറ്റ് സ്കോർ, ME ഓർ എം ടെക് വിത്ത് IIT ഓർ NIT, ഇൻ്റർവ്യൂ മാത്രമേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ബി ഓർ ബി ടെക് വിത്ത് ME ഓർ എം ടെക്, ബി ഓർ ബി ടെക് വിത്ത് 2 years റെലവൻറ്റ് എക്സ്പീരിയൻസ്, ബി ഓർ ബി ടെക് ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ത്രൂ റിട്ടേൺ ടെസ്റ്റ് ആൻഡ് ഫോളോഡ് ബൈ ഇൻ്റർവ്യൂ ആയിരിക്കും. നെക്സ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 43 വേക്കൻസി. അതും സെയിം ആണ്. ഗേറ്റ് സ്കോറും IIT ഓർ NIT ME ഓർ എം ടെക് എടുത്തവർക്ക് ഇൻ്റർവ്യൂ. അല്ല ഇപ്പം ബി ഓർ ബി ടെക് വിത്ത് ME ഓർ എം ടെക്, അല്ലെങ്കിൽ ബി ഓർ ബി ടെക് വിത്ത് 2 years എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ബി ഓർ ബി ടെക് മാത്രമുള്ളവർക്കും അപ്ലൈ ചെയ്യാം. സോ അവർക്ക് റിട്ടേൺ ടെസ്റ്റ് ത്രൂ ഫോളോഡ് ബൈ ഇൻ്റർവ്യൂ ആയിരിക്കും. ദെൻ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിലേക്ക് മെറ്റീരിയൽ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയർ അങ്ങനെ ഉണ്ട്. അതിന് ഓരോന്നിനും 1 വേക്കൻസി 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സോ അതും കൂടെ ജസ്റ്റ് നോക്കാം. ഇനി ഡേറ്റ് ആൻഡ് വെന്യൂ നോക്കാം. റിട്ടേൺ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഷാൾ ബി കണ്ടക്റ്റഡ് അറ്റ് ബാംഗ്ലൂരിലായിരിക്കും. സോ 16 ഓഗസ്റ്റ് 2026, 23 ഓഗസ്റ്റ് 2026, 30 ഓഗസ്റ്റ് 2026 ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഏജ് ലിമിറ്റ് പറയുന്നത് 28 വയസ്സുള്ളവർക്ക് അപ്ലൈ. സ്റ്റൈപ്പൻഡ് കിട്ടുന്ന ബി ഓർ ബി ടെക് വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ 31,000 ആയിരിക്കും പെർ മന്ത് കിട്ടുന്ന അലവൻസ്, പ്ലസ് HR എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബാക്കിയുള്ള വരുന്ന എല്ലാ കാൻഡിഡേറ്റിനും 37,000 ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. പെർ മന്ത് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇനിഷ്യലി പീരീഡ് ഓഫ് 2 years ആണ്, വിച്ച് ബി എക്സ്റ്റെൻഡഡ് ഫോർ ദ 2 years പീരീഡ് ഓഫ് എന്നും പറയുന്നുണ്ട്. ഇനിയും ഇവിടെ ഇന്ത്യൻ നാഷണൽസ് എന്നൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഡേറ്റ് ഓഫ് ഡിറ്റർമിനിങ് ക്വാളിഫിക്കേഷൻ ഷാൾ ബി ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 13 ഓഗസ്റ്റ് 2026 ലാസ്റ്റ് ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക. സോ അതിന് മുമ്പേ അപ്ലൈ ചെയ്യണം. ഓൺലി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് വിൽ ബി പെർമിറ്റഡ് ടു അപ്പിയർ ഫോർ റിട്ടേൺ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ ഫോം. ഇത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ത്രൂ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് വെബ്സൈറ്റ്. ad.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് അപ്ലൈ എടുക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. സോ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നതിന്. പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്, ടെൻഡർ ബേസിസിലാണ്. അപ്പോൾ അപ്ലൈ വരുന്നവരെല്ലാം അപ്ലൈ എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയിലേക്ക്. താങ്ക് യു.